2024 മികച്ച എണ്ണം പറഞ്ഞ നിരവധി സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങിയ ഒരു വർഷമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ 2024 പുറത്തിറങ്ങിയ കുറച്ച് നല്ല സ്മാർട്ട് ഫോണുകളാണ് എന്റെ ഈ ഒരു ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ 2024 മികച്ച ചില സ്മാർട്ട് ഫോണുകൾ തിരഞ്ഞെടുക്കുകയാണ്. അതായത് ഓരോ പ്രൈസ് റേഞ്ചിലുമുള്ള മികച്ച സ്മാർട്ട് ഫോൺ, അതുപോലെ ക്യാമറയിൽ മികച്ച സ്മാർട്ട് ഫോൺ, ഈ വർഷത്തെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ, ഇങ്ങനെ പല കാറ്റഗറികളിലായിട്ട് ഓരോ സ്മാർട്ട് ഫോണുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ 10,000, 15,000, 20,000, 25,000 ഇങ്ങനെ ഓരോ പ്രൈസ് കാറ്റഗറിയിലുള്ള മികച്ച ഫോണുകളും അല്ലാതെ ഫോട്ടോഗ്രാഫിക്കൊക്കെ മികച്ച സ്മാർട്ട് ഫോൺ എന്നീ പല കാറ്റഗറികളായിട്ടാണ് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഒരു വീഡിയോയിൽ ഈ ഫോണുകളെ തെരഞ്ഞെടുക്കുന്നത് തീർത്തും എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ ഈ ഫോണുകൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു അനുഭവത്തിലാണ്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രാൻഡോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫോണോ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ എന്നെ അതിനകത്ത് കുറ്റപ്പെടുത്താൻ വരരുത്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ചോയ്സ് മാത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും അണ്ടർ 10,000 ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ആയിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്നത് മോട്ടോറോളയുടെ മോട്ടോ G35 എന്ന് പറയുന്ന ഈ ഒരു 5G സ്മാർട്ട് ഫോൺ ആണ്. നോക്കി, ഈ ഒരു സ്മാർട്ട് ഫോൺ കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല 10,000 രൂപയിൽ താഴെ വിലയുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണെന്നും. വീഗൻ ലെതർ ഫിനിഷ്, മികച്ച ബിൽഡ് ക്വാളിറ്റി, സെന്റർ പഞ്ച് ഹോൾ ക്യാമറ, അങ്ങനെ മികച്ച ഒരു സ്പെക്കുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. LCD ഡിസ്പ്ലേ ആണെന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അണ്ടർ 10,000 AMOLED ഡിസ്പ്ലേ ഒന്നും അങ്ങനെ കിട്ടാറില്ല. എന്ത് തന്നെയായാലും അണ്ടർ 10,000 ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ആയിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്നത് മോട്ടോറോള G35 എന്ന് പറയുന്ന ഈ ഒരു 5G ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോൺ കൂടാതെ നേരത്തെ തന്നെ മോട്ടോറോള മോട്ടോ G45 എന്ന് പറയുന്ന മറ്റൊരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരുന്നു. അതുപോലെ ഇൻഫിനിക്സ് ഹോട്ട് 50 എന്ന് പറയുന്ന ഒരു 5G സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇതെല്ലാം അണ്ടർ 10,000 വരാവുന്ന മറ്റ് മികച്ച രണ്ട് സ്മാർട്ട് ഫോണുകൾ കൂടിയാണ്. എങ്കിലും ഞാൻ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കുന്ന ബെസ്റ്റ് ഫോൺ മോട്ടോറോള G35. അടുത്തതായിട്ട് അണ്ടർ 15,000 മികച്ച സ്മാർട്ട് ഫോൺ ആയിട്ട് ഈ വർഷം പുറത്തിറങ്ങിയതായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് എന്ന പേരിൽ CMF ബൈ നത്തിങ് എന്ന പേരിൽ വന്ന അവരുടെ ആദ്യ സ്മാർട്ട് ഫോൺ CMF ഫോൺ 1 എന്ന പേരിൽ വന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്മാർട്ട് ഫോൺ ഇൻ 2024 എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അധികം ആളുകൾ അത്ര കണ്ട് ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ പരിഗണിക്കുകയോ ചെയ്യാതെ പോയ ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഫോണിന് ഒരു കുറവില്ല, ഫോൺ അടിപൊളിയാണ്. ഈ പറഞ്ഞ 15,000 രൂപയിൽ താഴെ വാങ്ങുന്ന മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് CMF ഫോൺ 1. ഈ ഒരു ഫോണിന് അവർ നൽകിയിരുന്ന ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന്റെ ബാക്ക് പാനൽ ഊരി മാറ്റി വേറെ ഇഷ്ടമുള്ള കളർ പാനലുകൾ നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം എന്നുള്ളതായിരുന്നു. എന്ത് തന്നെയായാലും മികച്ച സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. നോക്കിയാൽ 15,000 രൂപയിൽ താഴെ വരുന്ന ഏതൊരു സ്മാർട്ട് ഫോൺ മറ്റ് ബ്രാൻഡിന്റെ വാങ്ങിയാലും നിരവധി ബ്ലോട്ട്വെയറുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ്, നത്തിങ് OS ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത്. അതുപോലെ ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്യാമറ, അതുപോലെ നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7300 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിന് കരുത്ത് വരുന്നത്. അതുപോലെ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ ഉണ്ട്, 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് AMOLED ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് CMF ഫോൺ 1. എനിക്ക് അണ്ടർ 15,000 മറ്റൊരു ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല, ഇത് മാറ്റി നിർത്തിക്കൊണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അണ്ടർ 15,000 ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് ദി ഇയർ CMF ഫോൺ 1. അടുത്തതായിട്ട് 20,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന ബെറ്റർ സ്മാർട്ട് ഫോൺ ആയിട്ട് ഈ വർഷം ഞാൻ തെരഞ്ഞെടുക്കുന്നത് IQ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന IQ C9s എന്ന 5G സ്മാർട്ട് ഫോൺ ആണ്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ബാറ്ററി തീരാത്ത സ്മാർട്ട് ഫോൺ എന്ന പേരിൽ പിന്നീട് റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ബാറ്ററി ലൈഫാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോൺ കുറച്ച് ദിവസം സിം കാർഡ് ഇട്ട് ഉപയോഗിച്ച് നോക്കി ഞെട്ടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു IQ C9s എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നൽകിയത്. എസ്പെഷ്യലി എൻ്റെ ബാറ്ററി ലൈഫ്, ഈ പറഞ്ഞ 2 ദിവസമൊക്കെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബാറ്ററി ലൈഫാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. മികച്ച ക്യാമറ പെർഫോമൻസ്, അതുപോലെ കർവ്ഡ് ഡിസ്പ്ലേ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നു. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7300 എന്ന് പറയുന്ന പ്രോസറാണ് ഇവിടെ IQ C9sനകത്തും ഉള്ളത്. അതുപോലെ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഉണ്ട്, 5500 mAh ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്, സ്റ്റീരിയോ സ്പീക്കറുകളൊക്കെ ആയിട്ടാണ് IQ C9s എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതിന്റെ വില എന്ന് പറയുന്നത് 19,999 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റൊരു റണ്ണറപ്പായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോളയുടെ G85 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ്. അടുത്തതായിട്ട് 25,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന മികച്ച സ്മാർട്ട് ഫോൺ. ഈ വർഷം 25,000 രൂപയിൽ താഴെ മികച്ച സ്മാർട്ട് ഫോൺ ആയിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അതും നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന നത്തിങ് ഫോൺ 2A എന്ന് പറയുന്നത് ഈ കാണുന്ന സ്മാർട്ട് ഫോൺ ആണ്. എന്തുകൊണ്ടോ നത്തിങ് ചില എണ്ണം പറഞ്ഞ സ്മാർട്ട് ഫോണുകൾ ഈ വർഷങ്ങളിൽ പുറത്തിറക്കിയെങ്കിലും ഈ പറഞ്ഞ പോലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്മാർട്ട് ഫോൺ ആയി മാറുന്നു പലരും. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പലരോടും നത്തിങ് എന്ന് പറയുമ്പോൾ കേട്ടിട്ടില്ലാത്ത ആളുകൾ പോലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. എന്തായാലും 25,000 രൂപയിൽ താഴെ വാങ്ങുന്ന മികച്ചൊരു സ്മാർട്ട് ഫോൺ ആണ് നത്തിങ് ഫോൺ 2A. എനിക്ക് ഇതിന്റെ ക്യാമറയുടെ ഈ ഒരു മൊഡ്യൂളിന്റെ ആ ഒരു ഡിസൈൻ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ലുക്കും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. നത്തിങ് ഫോൺ 1ൽ തുടങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടുണ്ട്. നത്തിങ് ഫോണുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് പോലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. ബ്ലോട്ട്വേസുകൾ ഒന്നുമില്ല, ഒരുവിധം നല്ല ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ, അതുപോലെ AMOLED ഡിസ്പ്ലേ ആണ്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7200 Pro എന്ന് പറയുന്ന പ്രോസസർ, സ്റ്റീരിയോ സ്പീക്കർ ഒക്കെ ആയിട്ടാണ് നത്തിങ് ഫോൺ 2A വരുന്നത്. അടുത്തതായിട്ട് 30,000 രൂപയിൽ താഴെ ഏറ്റവും മികച്ച 2024 പുറത്തിറങ്ങിയ സ്മാർട്ട് ഫോൺ ആയിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്നത് റിയൽമി പുറത്തിറക്കിയ റിയൽമി GT60 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു ഫോൺ കാണാൻ വലിയ ലുക്ക് ഒന്നുമില്ല, പക്ഷേ ഇതിന്റെ ഇന്റേണൽ എന്ന് പറയുന്നത് അടിപൊളിയാണെന്ന് പറയാം.
പറയേണ്ടി വരും. 29,850 രൂപയ്ക്കാണ് നമുക്ക് റിയൽമി GT60 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ LTPO 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വിത്ത് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന് പറയുന്ന പ്രോസർ ഉണ്ട്. 50 MB മെയിൻ ക്യാമറ നൽകുന്നു. അതുപോലെ 5500 mAh ബാറ്ററി, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്. അതുപോലെ ചാർജർ ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് തന്നെയുണ്ട്. 1 മില്യണിലധികമുള്ള AnTuTu സ്കോറും ഒക്കെ സമ്മാനിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ് 30,000 രൂപയിൽ താഴെ മികച്ച സ്മാർട്ട് ഫോൺ ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അടുത്തതായിട്ട് 40,000 രൂപയിൽ താഴെ മികച്ച സ്മാർട്ട് ഫോൺ ആയിട്ട് ഈ വർഷം ഞാൻ തിരഞ്ഞെടുക്കുന്നത് OnePlus എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന OnePlus 12R എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. മികച്ച വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ തന്നെയാണ് OnePlus 12R എന്ന് പറയേണ്ടി വരും. ഈ വർഷം ഏറ്റവും അഗ്രസീവ് പ്രൈസിംഗിൽ ഫോണുകൾ പുറത്തിറക്കിയ 2 ബ്രാൻഡുകൾ എന്ന് പറയുന്നത് OnePlusഉം പോക്കോയുമാണ്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്ത 2 ബ്രാൻഡുകളാണ് OnePlusഉം ഈ പറയുന്ന പോക്കോയും. പോക്കോയ്ക്ക് മദർ ബോർഡ് ഇഷ്യൂസ് ഒരുപാട് വന്നിരുന്നു. അതുപോലെ OnePlusന് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് വന്നു. അതുകൊണ്ട് തന്നെയും അവരുടെ വിൽപ്പന കുറഞ്ഞതുകൊണ്ടാകണം അവർ പിന്നീട് പുറത്തിറക്കിയ ഫോണുകൾ മികച്ച അഗ്രസീവ് പ്രൈസിംഗിലാണ് പുറത്തിറക്കിയത്. അത്തരത്തിൽ OnePlus 12R ഒരു മികച്ച വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ ആണ്. അണ്ടർ 40,000 ഒരു ബെസ്റ്റ് ബൈ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ പറയുന്ന ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ വന്നാൽ എന്ത് എന്നുള്ളത് അല്ലേ? അത് OnePlus ഈ പറഞ്ഞ പോലെ ലൈഫ് ടൈം വാറന്റി ഒക്കെ ഇത്തരം ഇഷ്യൂസിന് ഈ അടുത്തിടെയും OnePlus പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും LTPO ടെക്നോളജിയിലുള്ള 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, അതുപോലെ AMOLED ഡിസ്പ്ലേ, അതും HDR10+ന്റെ സപ്പോർട്ട്, വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ, സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറയുന്ന പവർഫുൾ പ്രോസർ ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 5500 mAh ബാറ്ററിയാണ്. അതുപോലെ 100 വാട്ടിന്റെ ചാർജർ ആണ്. അത് ബോക്സിനകത്ത് തന്നെയുണ്ട്. 50 MB പ്രൈമറി ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഓക്സിജൻ OS ഈ പറഞ്ഞ പോലെ ഒരു ക്ലീൻ യൂസർ ഇന്റർഫേസ് തന്നെയാണ് OnePlus 12Rൽ ഉള്ളത്. അടുത്തതായിട്ട് ഈ വർഷം ഇറങ്ങിയതിൽ ഈ പറഞ്ഞതുപോലെ അധികം പരിഗണിക്കാതെ പോയ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്മാർട്ട് ഫോൺ, അത് ആക്ച്വലി നത്തിങ് ഫോണുകളൊന്നും അല്ല, അതിൽ നിന്നും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് 60,000 രൂപയിൽ താഴെ മികച്ച സ്മാർട്ട് ഫോൺ ആയിട്ടും നമുക്ക് ഈ ഒരു ഫോണിനെ തന്നെ പരിഗണിക്കാം. അപ്പോൾ ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 60,000 rupees എന്ന കാറ്റഗറിയിൽ വരുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നത് OnePlus 2024 പുറത്തിറക്കിയ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള OnePlus 12. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുമായിട്ട് എല്ലാം കിടപിടിക്കുന്ന തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ 60,000 താഴെ മാത്രമാണ് എന്നുള്ളതാണ് പ്രത്യേകത. മികച്ച ക്യാമറ, മികച്ച ഡിസൈൻ, കർവ്ഡ് ഡിസ്പ്ലേ, അതുപോലെ മികച്ച സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അതുപോലെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട്, IP റേറ്റിംഗ്, അങ്ങനെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടുന്ന എല്ലാ ഫീച്ചറുകളും ഉണ്ട്. ആക്ച്വലി ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇതിനെ നമുക്കൊരു എന്താ പറയുക, ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. പക്ഷേ പലരും ഈ ഒരു ഫോൺ ഈ പറഞ്ഞ OnePlus എന്ന് പറയുന്ന ബ്രാൻഡിന് ഇത്തരത്തിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ട് തന്നെയും പലരും എടുക്കാതെ മാറി നിന്ന ഒരു ഫോണാണ്. അതുകൊണ്ടാണ് ഇത് മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്മാർട്ട് ഫോൺ. എടുത്തില്ലെങ്കിലും മികച്ച ഫോണാണ് OnePlus 12 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. OnePlus 13 പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. എന്തായാലും 60,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന മികച്ച ഫോണും ഈ ഒരു OnePlus 12 തന്നെയാണ്. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് ബഡ്ജറ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാവുന്ന ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ അതിന്റെ ഉത്തരം കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഇൻഫിനിക്സ് പുറത്തിറക്കിയിരിക്കുന്ന Infinix GT20 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ് ബെസ്റ്റ് ബഡ്ജറ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ട് ഈ വർഷം ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നത്തിങ് ഫോണുകളിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു RGB LED ലൈറ്റ് സെറ്റപ്പ് ഫോണിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 6.78 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, അതുപോലെ Dimensity 8200 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. 108 MB മെയിൻ ക്യാമറ, 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്. ഗെയിമിങ്ങിന് ഈ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി 22,999 രൂപയാണ് എന്റെ പ്രൈസ്. ആ പ്രൈസിംഗിൽ ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ബെസ്റ്റ് ഫോൺ ആയിട്ട് തിരഞ്ഞെടുക്കാം. നേരത്തെയൊക്കെ ഇൻഫിനിക്സിന്റെ UA എന്ന് പറയുന്ന അത്ര ബെറ്റർ ഒന്നും ആയിരുന്നില്ല. നമ്മൾ തന്നെ ഇൻഫിനിക്സിന്റെ പല ഫോണുകളും കുറ്റം പറയുമായിരുന്നു. പക്ഷേ അതെല്ലാം വളരെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വരുന്ന ഇൻഫിനിക്സ് ഫോണുകളെല്ലാം വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ് ഇപ്പോൾ വരുന്ന പല ഇൻഫിനിക്സ് ഫോണുകളും പുറത്തിറക്കുന്നത്. എന്തായാലും ബെസ്റ്റ് ബഡ്ജറ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിന്റെ GT20 Pro. അടുത്തായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആണ്. ഈ വർഷം ഞാൻ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആയിട്ട് 2 ഫോണുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് 2 കാറ്റഗറി ഉൾപ്പെടുത്തി തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ 2 സബ് കാറ്റഗറി ഉൾപ്പെടുത്തി തിരഞ്ഞെടുക്കുന്നു. ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ഫോർ ഫോട്ടോഗ്രാഫിയും അതുപോലെ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ഫോർ വീഡിയോഗ്രാഫി എന്നീ 2 കാറ്റഗറികളിലായിട്ടാണ് 2 ഫോണുകളാണ് ഇത്തവണ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഫോർ ഫോട്ടോഗ്രാഫി ആയിട്ട് ഞാൻ ഇത്തവണ 2024 കാണുന്ന മികച്ച ഫോൺ എന്ന് പറയുന്നത് വിവോ അടുത്തിടെ പുറത്തിറക്കിയ വിവോ X200 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ്. ഫോട്ടോഗ്രാഫിക്ക് അടിപൊളിയാണ്. പക്ഷേ ഇതിലെ ഫോട്ടോസ് ഈ പറഞ്ഞ ഭയങ്കര ഒറിജിനാലിറ്റി ഒന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ DSLR-ലൊക്കെ എടുക്കുന്ന കണക്ക് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് എൻഹാൻസ് ചെയ്തുകൊണ്ട് പ്രോസസ് ചെയ്തുകൊണ്ട് മികച്ച ഫോട്ടോകൾ തരുന്നുണ്ട്. ഐ പ്ലീസിംഗ് ആയിട്ടുള്ള, കാണാൻ മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്ന് വെച്ച് ആ ഫോട്ടോകൾ ഒറിജിനൽ പോലെ ഇരിക്കും എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ലെങ്കിലും ഇതുപോലെ മികച്ച കണ്ണിന് ആനന്ദം നൽകുന്ന തരത്തിലുള്ള ഫോട്ടോകൾ ഈ ഒരു വിവോ X200 Pro നൽകും. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മാക്രോ ഫോട്ടോഗ്രാഫി
ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോകൾ ഒരു രക്ഷയുമില്ല. അത്തരം ഒരു മികച്ച ഫോട്ടോഗ്രാഫി നൽകുന്ന സ്മാർട്ട് ഫോണാണ് ഈ പറയുന്ന വിവോ X200 Pro. നമ്മൾ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഫോണിന്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. നിങ്ങൾക്ക് ഓരോ ഫോണുകളും നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന ഓരോ ഫോണുകളുടെയും വീഡിയോ കാണുമെങ്കിൽ ഇപ്പോൾ തന്നെ CMF ഫോൺ 1 കാണുമെങ്കിൽ CMF ഫോൺ 1 ബൈ ജയരാജ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അടുത്തായിട്ട് ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ തിരഞ്ഞെടുക്കുന്നത് iPhone 16 Pro. മികച്ച വീഡിയോഗ്രാഫി. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോഗ്രാഫിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷത്തെ ഏറ്റവും മികച്ച വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെ ഉപയോഗിക്കാം. അതുപോലെ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ പറഞ്ഞ വിവോ X200 Pro ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോയും ഫോട്ടോസും ഒക്കെ ഒരുപാട് എടുക്കുന്ന ആൾക്കാണെങ്കിൽ തങ്ങളുടെ ജീൻസിന്റെ ഓരോ പോക്കറ്റിൽ ഒരെണ്ണത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു iPhone 16 Proയും ഒരെണ്ണത്തിൽ വിവോ X200 Pro ഉണ്ടെങ്കിൽ മികച്ച ഫോട്ടോസും വീഡിയോസും രണ്ട് ഫോണുകളായിട്ട് അടിപൊളിയായിട്ട് എടുക്കാൻ സാധിക്കുമെന്നുള്ളതും സത്യമാണ്. അടുത്തതായിട്ട് ദ മോസ്റ്റ് ഇംപ്രൂവ്ഡ് സ്മാർട്ട് ഫോൺ ഓഫ് ദ ഇയർ 2024 എന്ന ഗണത്തിൽ, അതായത് കഴിഞ്ഞ അതിന്റെ സീരീസിൽ നിന്നും പുതിയ സീരീസിലേക്ക് വന്നപ്പോൾ ഏറ്റവും അധികം ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്ന സ്മാർട്ട് ഫോൺ അത് മറ്റൊന്നുമല്ല ഗൂഗിൾ പിക്സൽ 9 Pro ഫോൾഡ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് ജെന്നിനേക്കാൾ ഫാർ ബെറ്റർ ആയി മാറി എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. മികച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയാലോ, സ്റ്റോക്ക് ആൻഡ്രോയിഡ്, അതുപോലെ മികച്ച ക്യാമറ, അതുപോലെ മികച്ച ബിൽഡ് ക്വാളിറ്റി, മികച്ച മൾട്ടി ടാസ്കിംഗ് ഒക്കെ നൽകുന്ന ഒരു കിഡിലൻ സ്മാർട്ട് ഫോൺ, ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഓക്കെ, ഡിസൈനിനകത്ത് എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം ഈ ഒരു ഫോണിനകത്ത് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഇതിന്റെ ഫസ്റ്റ് ജെന്നിനേക്കാൾ ഫാർ ബെറ്റർ ആയതുകൊണ്ടാണ് ഇത്തരം ഒരു കാറ്റഗറിയിൽ പിക്സൽ 9 Pro ഫോൾഡ് നമ്മൾ ഉൾപ്പെടുത്തിയത്. അടുത്തതായിട്ട് 2024 ഇറങ്ങിയ മികച്ച ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ. ഈ വർഷം നിരവധി ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഇറങ്ങി. അതായത് വലുതായി പോക്കറ്റ് കീറാത്ത ടെക്നോയുടെ ഫാൻറ്റം ഫോൾഡ് 2 ഇറങ്ങിയിരുന്നു. അതുപോലെ സാംസങ്ങിന്റെ C Fold 6 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങിയിരുന്നു. OnePlus ഓപ്പൺ എന്ന് പറയുന്ന OnePlusന്റെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഇറങ്ങി. ഇതുപോലെ പിക്സൽ 9 Pro ഫോൾഡ് എന്ന പേരിൽ ഇവരുടെ രണ്ടാമത്തെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങി. പക്ഷേ ഞാൻ മികച്ച ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് അതും വിവോ പുറത്തിറക്കിയിരുന്ന വിവോ X Fold 3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ്. കിഡിലൻ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ. അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മികച്ച ക്യാമറ, അതുപോലെ മികച്ച ഡിസൈൻ. അതായത് അതിന്റെ കവർ ഡിസ്പ്ലേ തന്നെ ഒരു സാധാരണ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. കവർ ഡിസ്പ്ലേയിലും ഇന്നർ ഡിസ്പ്ലേയിലും ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിട്ടുണ്ട്. അതുപോലെ വളരെ തിൻ പ്രൊഫൈലാണ് വിവോ X Fold 3 Proയ്ക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾ ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ പുറത്തിറങ്ങിയ ഒരു വർഷമാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും മികച്ച ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ളത് വിവോ X Fold 3 Pro തന്നെയാണ്. അടുത്തതായിട്ട് ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എന്ന ഗണത്തിൽ ദ ബെസ്റ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഓഫ് ദ ഇയർ 2024 എന്ന ഗണത്തിൽ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എണ്ണം പറഞ്ഞ കിടിലൻ കുറെ സ്മാർട്ട് ഫോണുകളിൽ നിന്നും നിങ്ങൾ ഊഹിച്ചത് തന്നെയാണ് സാംസങ് ഗാലക്സി S24 Ultra. ഒരു രക്ഷയുമില്ല ഈ ഒരു സ്മാർട്ട് ഫോൺ. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഉണ്ടെങ്കിലും ഈ ഒരു ഫോൺ ഓവറോൾ നോക്കുമ്പോൾ ഒരു മികച്ച ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ തന്നെയാണ്. ബെറ്റർ ഡിസൈൻ, അത് കാണാനൊക്കെ ഗുഡ് ലുക്കിംഗ് ആണ്. ഓക്കെ, അടിപൊളി. മറ്റൊരു സ്മാർട്ട് ഫോണും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ, അതുപോലെ മികച്ച ബിൽഡ് ക്വാളിറ്റി, എബോ ആവറേജ് നിൽക്കുന്ന ക്യാമറ. ഇതിന്റെ ക്യാമറ അങ്ങ് വാവ് എന്ന് ഞാൻ പറയത്തില്ല. S24 Ultra എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് മികച്ച ക്യാമറ S23 Ultrയ്ക്ക് ആയിരുന്നു. അതുപോലെ മികച്ച സോഫ്റ്റ്വെയർ ഇവരുടെ സാംസങ് One UI ബെറ്റർ ആണ്. യാതൊരുവിധ ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ലാത്ത മികച്ച പെർഫോമൻസ്, അതുപോലെ ഇതിന്റെ ഈ ഒരു സ്റ്റൈലസ് സപ്പോർട്ട്, അത് മറ്റൊരു ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഇപ്പോൾ നിലവിൽ അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സ്റ്റൈലസ് സപ്പോർട്ട് ഒക്കെ ആയിട്ട് നൽകുന്ന ഈ വർഷത്തെ ഏറ്റവും മികച്ച ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി S24 Ultra തന്നെയാണ്, സംശയമില്ല. ഇതിന്റെ വില ഇപ്പോൾ ഈ പറഞ്ഞ 1 ലക്ഷത്തിൽ താഴേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. ഇതിന്റെ ബേസ് വേരിയന്റ് പുറത്തിറങ്ങിയപ്പോൾ ഏതാണ്ട് 1,30,000 രൂപയായിരുന്നു. നമ്മൾ ഈ റീസെന്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവും ചെയ്തിരുന്നു. യെസ്, അടുത്തായിട്ട് 2024 പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ഏതെന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് ദ ഇയർ 2024. ഓർക്കുക, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇത് മാത്രമല്ല, ഇതുവരെ പറഞ്ഞ എല്ലാ ഫോണുകളും എന്റെ പേഴ്സണൽ യൂസിൽ എനിക്ക് തോന്നിയ എന്റെ അഭിരുചിക്ക് അനുസരിച്ച് ഉള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോൺ ഒരു പക്ഷേ ആകണമെന്നൊന്നുമില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് ഒരു പക്ഷേ ആകണമെന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരണ്ട. എന്റെ പേഴ്സണൽ തെരഞ്ഞെടുപ്പാണ്. പലർക്കും പല അഭിപ്രായങ്ങളാണ്. എനിവേ, ഈ വർഷത്തെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഉത്തരം വന്നിട്ടുണ്ടാവും. യെസ്, iPhone 16 Pro. ഇതിനെ ബീറ്റ് ചെയ്യാൻ ഒരു ഫോൺ 2024 ഇല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം ഒരു മനസ്സിലേക്ക് വന്ന നെറ്റി ചുളിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് S24 Ultra എന്ന കാര്യമാണ്. എനിക്ക് എന്തായാലും പേഴ്സണലി S24 Ultrയെക്കാളും ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു അല്പം കൂടി ഒരു അപ്പർ ഹാൻഡിൽ എനിക്ക് iPhone 16 Pro തന്നെയാണ് ഈ വർഷം ഇഷ്ടപ്പെട്ടത്. അതിന് ഒരു ബെറ്റർ ഉദാഹരണം തന്നെ പറയാം. നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതുപോലെ ഓരോ ഫോൺ വരുമ്പോഴും അതിനകത്ത് സിം കാർഡ് ഇട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ചില ഫോണുകൾ ഇടുമ്പോൾ ഒരു ശ്വാസം മുട്ടലാണ്. സിം കാർഡ് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ നിന്ന് സിം കാർഡ് ഊരി മാറ്റും, ഏതെങ്കിലും മറ്റൊരു ഫോണിലേക്ക് മാറാറുണ്ട്. എന്നാൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കാലം എന്റെ സിം കാർഡ് റെസ്റ്റ് ചെയ്ത ഫോൺ എന്ന് പറയുന്നത്
iPhone 16 Pro എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെയാണ്. മറ്റ് പല ഫോണുകൾ ഞാൻ യൂസ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് S24 Ultra യൂസ് ചെയ്താലും കൂടിപ്പോയാലും എനിക്കൊരു 3 ആഴ്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ തിരിച്ച് iPhone 16 Proയിലേക്ക് തന്നെ തിരിച്ചു വരുമായിരുന്നു. ഈവൻ Pixel 9 Pro XL എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ, ഇതൊക്കെ എടുത്ത് പറയേണ്ടതാണ്. ഈ വർഷം ഇറങ്ങിയ മികച്ച ഫോണുകൾ തന്നെയാണ്. അതുപോലെ S24 Ultraയ്ക്കൊന്നും ഒരു ഇതും പറയാനില്ല. അതുപോലെ അടുത്തിടെ ഇറങ്ങിയ iQ13 ഇതെല്ലാം മികച്ച ഫോണുകളാണെങ്കിൽ പോലും അതുപോലെ Vivo X200 Pro ഇതൊക്കെ ബെറ്റർ ഫോണുകളാണ് ഈ വർഷം അറിയാം. പക്ഷേ ഒരു പടി മുന്നിൽ ഈ പറയുന്ന iPhone 16 Pro തന്നെയാണ്. എസ്പെഷ്യലി ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുന്നത് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് മാറി എന്ന് വേണം പറയാൻ. ഞാൻ എടുത്തൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഐഫോൺ യൂസേഴ്സ് നിങ്ങൾ കവർ ഇട്ടാണ് നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അതിന്റെ ഒരു ഫീല് കിട്ടില്ല, ആ ഒരു ഫോണിന്റെ ഒറിജിനൽ ഫീൽ കിട്ടില്ല. നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ കവർ ഊരി മാറ്റി ഈ ഒരു ഫോൺ അത് എങ്ങനെയായിരുന്നോ ബോക്സിൽ നിന്ന് എടുത്ത് അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ക്യാമറ എന്ന് പറയുന്നത് വേറെ ലെവലാണ്, എസ്പെഷ്യലി വീഡിയോഗ്രാഫി. നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ, ഞാനിപ്പോൾ ഒരു ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിരവധി സ്റ്റോറിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആ ഒരു നമ്മൾ എടുക്കുന്ന വീഡിയോകൾ, ഫോണിൽ എടുക്കുന്ന വീഡിയോകൾ സ്റ്റോറിയിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്താൽ എടുക്കുമ്പോൾ കാണുന്ന അതേ ക്വാളിറ്റി സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്താലും iPhone 16 Proയിൽ കിട്ടും. അത് ഈവൻ S24 Ultrയിൽ പോലും അത്രയും കിട്ടുന്നില്ല. മറ്റ് പല ഫോണുകളിൽ എടുക്കുന്ന വീഡിയോ നമ്മൾ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ഫോണിൽ എടുക്കുന്ന സ്റ്റോറികളും ഈ ഒരു ഫോണിൽ എടുക്കുന്ന സ്റ്റോറി ഇൻസ്റ്റഗ്രാമിലേക്ക് ഇടുന്നതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് തരുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതായത് ഇൻസ്റ്റഗ്രാമായിട്ടുള്ള ഒരു കമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് അത് ഐഫോൺ തന്നെയാണ്, അത് 16 Pro തന്നെയാണ്. ക്യാമറയൊക്കെ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഐഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ഐഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 4 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതായത് ഞാൻ ആദ്യം ഉപയോഗിച്ച ഐഫോൺ എന്ന് പറയുന്നത് iPhone 12 Pro ആണ്. അന്ന് മുതൽ ഇറങ്ങിയ എല്ലാ ഐഫോണും ഞാൻ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ iPhone 12 Pro ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു iOS എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്ന, ഒരുപാട് കുറവുകളും ഫീൽ ചെയ്തിരുന്ന ഒരു OS ആയിരുന്നു iPhone 12 Proയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഓരോ അപ്ഡേറ്റ് കഴിയുന്നതോറും iOS ഈ പറയുന്ന ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ആൻഡ്രോയിഡിൻ്റെ അടുത്തൊന്നും ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ പോലും നിലവിൽ iPhone 16 Pro എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഫോണായിട്ട് മാറി. എസ്പെഷ്യലി ഡിസ്പ്ലേ ഒക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ഫുള്ളി ബെസൽലെസ് ഡിസ്പ്ലേ ആയിട്ട് മാറി. പക്ഷേ ഈ ഒരു ക്യാമറ കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണൊക്കെ വെറും വേസ്റ്റ് തന്നെയാണെന്ന് എപ്പോഴും ഞാൻ പറയുന്നു. എങ്കിലും ഒരു ബെറ്റർ ഫോൺ ഈ വർഷം ഇറങ്ങിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ എന്ന് പറയുന്നത് iPhone 16 Pro.